ഈ ആക്സിയം 4 ദൗത്യം നമ്മൾ വളരെ ആകാംക്ഷയോടെ നോക്കി നിന്ന ഒരു ദൗത്യമാണ്. അങ്ങനെ എപ്പോഴാണ് ഇന്ത്യൻ വംശജനായ ഒരാൾ രണ്ടാമതായി ബഹിരാകാശ നിലയത്തിൽ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം രണ്ടാമതായി എത്തുക, അങ്ങനെ പലതവണ മാറ്റിവെച്ച ദൗത്യം ഒടുവിൽ വിജയകരമായി പൂർത്തിയാക്കി. അങ്ങനെ ബഹിരാകാശ നിലയത്തിൽ ശുഭാംശു ശുക്ല എത്തി. അതിനുശേഷം ഇനിയിപ്പോൾ തിരിച്ചുവരവിനുള്ള ഒരുക്കങ്ങൾ കൂടി തകൃതിയായി നടക്കുന്നുണ്ട്. അതും വലിയ ആകാംക്ഷയോടുകൂടെ തന്നെ പ്രാർത്ഥനയോടുകൂടെ തന്നെ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ കൂടെ നോക്കുകയാണ്. ഭൂമിയിലേക്ക് നാളെ മടങ്ങുന്ന ആക്സിയം ദൗത്യ സംഘത്തിന് ഇന്ന് ബഹിരാകാശ നിലയത്തിൽ യാത്രയയപ്പ് നൽകും. ഇന്ത്യൻ സമയം രാത്രി 7:25 നാസയുടെ എക്സ്പെഡിഷൻ 73 സംഘം യാത്രയയപ്പ് നൽകും. നാളെ വൈകിട്ട് 4:35 അൺഡോക്കിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകും. മഹേഷ്, അങ്ങനെ കാത്തുകാത്തിരുന്ന ബഹിരാകാശ നിലയത്തിൽ എത്തി ശുഭാംശു ശുക്ല. ഇനി മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. നമ്മുടെ ഇവിടെ നടക്കുന്നത് പോലെയുള്ള ഒരു യാത്രയയപ്പൊക്കെ സ്പേസ് സ്റ്റേഷനിലും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം ചടങ്ങുകൾ, അതിനുശേഷം അൺഡോക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ജിൽസി പറഞ്ഞതുപോലെ നാളെയാണ് ശുഭാംശുവും സംഘവും മടങ്ങുന്നത്. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 4:35 പേടകം ബഹിരാകാശ നിലയവുമായി വേർപ്പെടുക. അതിന് ഏതാണ്ട് 2 മണിക്കൂർ മുൻപ് ശുഭാംശുവും സംഘവും നേരെ ഈ പേടകത്തിലേക്ക് യാത്ര തിരിക്കും. അതായത് ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്രാ പേടകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അതുവരെയായിരിക്കും അവർ ബഹിരാകാശ നിലയത്തിൽ തുടരുക. ഇന്നിപ്പോൾ കുറച്ചു മുമ്പ് വന്നിരിക്കുന്ന ആക്സിയം സ്പേസ് നൽകിയിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, ഇന്ന് രാത്രി ഈ 4 അംഗ സംഘത്തിന് ബഹിരാകാശ നിലയത്തിൽ ഒരു യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. എക്സ്പെഡിഷൻ 73 എന്ന് പറയുന്ന നാസയുടെ ഒരു 7 അംഗ സംഘം അവിടെ ഉണ്ടല്ലോ. തക്കുയ ഒനീഷി നേതൃത്വം നൽകുന്ന ആ സംഘം ആക്സിയം സംഘത്തിന് അവരുടെ അനുഭവങ്ങൾ വിവരിക്കുകയും ഒപ്പം തന്നെ അവർക്ക് ആശംസകൾ നേരാനും ഒരു ചടങ്ങ് തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമയം വൈകിട്ട് 7:25 ആ യാത്രയയപ്പ് ചടങ്ങ്. അപ്പോൾ നമ്മൾ അത് തത്സമയം നാസ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിനകത്ത് ഇത്രയും ദിവസത്തെ ഗവേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ സംഘം പങ്കുവയ്ക്കും. അതിലാണ് നമുക്കൊരു ആകാംക്ഷയുള്ളത്. കാരണം ഇന്നലെ തന്നെ ISRO വ്യക്തമാക്കിയിരുന്നു, ശുഭാംശു അവിടെ നടത്തിയ 7 പരീക്ഷണങ്ങളിൽ 4 പരീക്ഷണങ്ങൾ പൂർണ്ണമായും വിജയം കണ്ടു, 3 പരീക്ഷണങ്ങൾ അതിന്റെ വിജയ വഴിയിലാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ശുഭാംശുവിന്റെ വാക്കുകൾ കൂടി നമ്മൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യക്ക് മുകളിലൂടെ പല കുറി അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. പകലും രാത്രിയും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് പങ്കുവെക്കാനുണ്ടാകും. മടങ്ങുന്നതിന് മുൻപ് അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തുള്ള ഇന്ത്യക്കാരോട് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നുള്ള കേൾക്കാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഇന്നിപ്പോൾ യാത്രയപ്പ് ചടങ്ങ് കഴിഞ്ഞ് നാളെ നമുക്കിവിടെ ഒരു പകലാണ്, പക്ഷെ അവിടെ ഒരു 10-15 സൂര്യ ഉദയാസ്തമയങ്ങൾ അവർക്ക് വീണ്ടും കാണാനാകും. അതിനുശേഷം നാളെ ഉച്ചയോടുകൂടി പേടകത്തിലേക്ക് കയറും. വൈകിട്ട് 4:35 അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയും തുടങ്ങും. മറ്റന്നാൾ 3 മണിയോടെ അദ്ദേഹം ഭൂമിയിൽ തിരിച്ചെത്തുകയും ചെയ്യും. യെസ്, അങ്ങനെ ഒരുപാട് കൗതുകങ്ങളുണ്ട്. ശുഭാംശു എന്ത് പറയും, അവിടെ നടന്ന പരീക്ഷണങ്ങളുടെ വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. വലിയ ആകാംക്ഷയിലാണ് ലോകം. ഒപ്പം തന്നെ മഹേഷ് പോലൂരും. ഇനി ശുഭാംശുവിനെ ഭൂമിയിൽ എത്തിക്കാതെ മഹേഷിനും വിശ്രമമില്ലാത്ത മണിക്കൂറുകൾ കൂടിയാണ് കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്.